important. Hello everyone, welcome to Learn 24. നമ്മൾ ഇന്ന് Learn 24ന്റെ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ 5th ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഞാൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഒരു ഗൈഡിൽ നിന്നാണ്. ഓക്കെ, അതിനകത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി റെഫർ ചെയ്യുക. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ എന്താണ് കണ്ടിന്യൂറ്റി അല്ലെ, എന്താണ് ഡിഫറൻഷ്യബിലിറ്റി, ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് പറയുന്നത്. കണ്ടിന്യൂറ്റിയെ പറ്റി പറയണമെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷനെ പറ്റി അറിഞ്ഞിരിക്കണം. ഒന്ന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. വാട്ട് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ? എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ? നിങ്ങൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എല്ലാം ഒന്ന് വായിച്ചു കളഞ്ഞേക്ക്. നിങ്ങളൊരു ടാപ്പ് തുറക്കുകയാണ്, അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ഫ്ലോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാണ്. ഇനി ഒരു ഫംഗ്ഷൻ എടുത്തേ, നിങ്ങൾ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. എല്ലാവരും ഒന്ന് വരച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചോ. ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു. ഇനി പരാബോള വരച്ചു. ഓക്കെ, ഇത് നിങ്ങൾ നോക്കി, ഇത് വരയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് വരച്ചത്. എനിക്കൊരു ഇതിൻ്റെ ഇടയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല, ഒരു ബ്രേക്കേജോ ഒന്നും ഇല്ല. ഞാൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരച്ചു. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഡിസ്കണ്ടിന്യൂസ്? അത് നമ്മളിങ്ങനെ ടാപ്പ് തുറന്നു, വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് വെള്ളം തീർന്നുപോയി. അപ്പം എന്തോ പറ്റി, അവിടെ ഒരു ബ്രേക്കേജ് ഉണ്ടായി വാട്ടറിന് അല്ലേ? ഇനി നമുക്ക് ഗ്രാഫിന്റെ കേസ് നോക്കാം. ഗ്രാഫ് വരച്ചു. ഓക്കെ, ഇങ്ങനൊരു ഗ്രാഫ് വന്നു, ഇവിടെ എത്തിയപ്പോൾ അതിനൊരു ബ്രേക്കേജ് ഉണ്ടായി, പിന്നെ ഈ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോയി. ആ ബ്രേക്കേജ്, ഒരു ഗ്രാഫിൽ ഉണ്ടാകുന്ന ബ്രേക്കേജ് വരുവാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ആ ഫംഗ്ഷൻ എന്താന്ന് പറയും? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പോയിന്റിലാണ് ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടം വരെ കണ്ടിന്യൂസ് അല്ലേ? അവിടം വരെ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതും അങ്ങനെ ആയിരിക്കും. പോയിന്റ് കണ്ടുപിടിക്കാൻ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് അവ ഡിസ്കണ്ടിന്യൂസ്. അപ്പം ഈ ഇങ്ങനൊരു ഇത് വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂറ്റി. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് കണ്ടിന്യൂറ്റി നോക്കാം. A function f of x is said to be continuous if the function is continuous at every point on its domain. മനസ്സിലായോ? ഇല്ലല്ലേ? പറഞ്ഞുതരാം. ഒരു ഫംഗ്ഷൻ f of x is said to be continuous. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ആ ഫംഗ്ഷൻ എവിടെ കണ്ടിന്യൂസ് ആയിരിക്കണം? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ്. പോയിന്റ് എവിടെ ഉള്ളത്? ഓൺ ഇറ്റ്സ് ഡൊമൈൻ. ആ ഫംഗ്ഷന്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. നമ്മൾ പറഞ്ഞു ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എന്താണ്? ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്താണ്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി എന്താണ്? ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് പഠിക്കുന്നത്. നോക്കാതെ എന്താണെന്ന്. എ ഫംഗ്ഷൻ, അവിടെയും ഒരു ഫംഗ്ഷൻ എടുത്തു, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ അറ്റ് എ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഈ ലിമിറ്റ്, ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആ ഫംഗ്ഷന്റെ പോയിന്റിന് ഈക്വൽ ആയിരിക്കണം. അതായത് നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് ആ പോയിന്റിന്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ അതിന് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ആണ്. എവിടെയുള്ള പോയിന്റ് ആണ്? ആ ഫംഗ്ഷന്റെ ഡൊമൈനിലുള്ള പോയിന്റ് ആണ്. അങ്ങനെയല്ല നമ്മൾ പഠിച്ച ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സിലും അതെന്താണ്? കണ്ടിന്യൂസ് ആവണം. അപ്പൊ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് എടുത്തു, അതിന് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് LHL ഈക്വൽ ടു RHL വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എടുക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ എടുക്കും. അത് എഫ് ഓഫ് എക്ക് അല്ലെങ്കിൽ അതാ പോയിന്റിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. അത് നമ്മൾ എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ എടുക്കുന്നതെന്നൊക്കെ പ്രോബ്ലം കയറുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും അല്ലേ? അതെ, ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്തിനാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒക്കെ പഠിക്കുന്നത് അല്ലേ? ഒരു ഇക്വേഷൻ തന്നു, അത് വെച്ച് നോക്കിയാൽ പോരെ? വേണ്ട. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട. കാരണം ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ടോ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ, ഇതുപോലത്തുള്ള ഫംഗ്ഷൻസ് ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് പറയാൻ പറ്റും? അത് കണ്ടിന്യൂസ് ആണ്. 2 മാർക്കിനെ കാട്ടി 1 മാർക്ക് ചോദിക്കുകയാണ്. 1 മാർക്കാണ് കൂടുതലും ചോദിക്കാറ് അങ്ങനത്തെ ഉള്ളതിന്. 2 മാർക്ക് വരുമ്പോൾ അത് പിന്നെയും എൻ്റെ താഴോട്ട് വേറെ പ്രോബ്ലംസ് ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന്. അപ്പോൾ നിങ്ങൾ എന്തുവാ ഈ ഇക്വേഷൻ വെച്ച് എഴുതി സമയം കളയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്? അതിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് തന്നേക്കുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയത് കണ്ടിന്യൂസ് ആണ്. ഇത് ഇത്രയും കണ്ടിന്യൂസ് ആണ്. ഇതിന് നമുക്കിനി ഒന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്സിൽ പറയുന്നത് ഇവർ കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നാൽ അവ കണ്ടിന്യൂസ് ആണ്. അത് പ്രൂവൺ ആണ് കണ്ടിന്യൂസ് ആണെന്നുള്ളതിൽ. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സി. വേർ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഐഡന്റിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മോഡുലസ് ഫംഗ്ഷൻ ഏതാണ്? യെസ്, മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സ്പോണൻഷ്യൽ ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ ആർക്കെങ്കിലും മനസ്സിലായോ? കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായില്ലേ? യെസ്, ഇതാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. നിങ്ങളുടെ പ്രോബ്ലത്തിലൊക്കെ കുറേയൊക്കെ വരുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്തു നോക്കാതെ തന്നെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇതെന്ന് പറയുന്നത് ഏതാണ്? പോളിനോമിയൽ ഫംഗ്ഷൻ. അതുപോലെ നമ്മുടെ ലോഗറിതമിക് ഫംഗ്ഷൻ ലോഗറിതമിക് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പം ഇങ്ങനെ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടിന്യൂസ് ആണെന്ന് അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ്, ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. നമ്മൾ പഠിച്ചു ഒരു ഗ്രാഫ് ഡിസ്കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതൊരു പോയിന്റിലായിരിക്കും ഡിസ്കണ്ടിന്യൂസ്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ഇത് ഈ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി എന്താണ്? ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി പറയുകയാണ് ഒരു പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആകണം എങ്കിൽ എന്തൊക്കെ റീസൺസ് ആണ്, എന്തൊക്കെ കാരണങ്ങൾ കാരണമായിരിക്കും ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ്റ്റെൻഡ്സ് ടു എ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ? ഇനി എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, എയെ പോലൊരു പോയിന്റ് തന്നെ ബി. ഞാനിവിടെ ഇപ്പൊ എ തന്നെ നിങ്ങൾ പഠിക്കണമെന്നില്ല. ബി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ബി എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ആ പോയിന്റിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എത്രയാണ്? ഓക്കെ, എഫ് ഓഫ് എ. ഇതെന്താണ്? കണ്ടിന്യൂസിന്റെ അല്ലേ പറയുന്നേ? ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ലിമിറ്റ് ചെയ്യുമ്പോൾ അത് ആ പോയിന്റിന്റെ ഫംഗ്ഷന് ഈക്വൽ അല്ലാതെ വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കുന്നത്. ഈ 3 എന്താണ് പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ 3 പോയിന്റ് തന്നെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒക്കെ 1 or 2 ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ പഠിച്ചു. കണ്ടിന്യൂറ്റി എന്താണ്? ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റിലത്തെ പ്രോബ്ലം എല്ലാവരും നോക്കിക്കേ. എഫ് ഓഫ് എക്സ് 5 ഇഫ് എക്സ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 6 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0ക്ക് ഈക്വൽ ആണ്, 0യും കാട്ടി ചെറുതുമാണ്. അതായത് 0ക്ക് ഈക്വൽ ആണ് 0 to അപ്പോൾ 5 വരെ വരുന്നു. ചെറുതായിട്ട് നമ്മൾ ഇങ്ങോട്ട് നെഗറ്റീവിലേക്ക് കൊടുത്തു, ലെസ് ദാൻ 0 ആൻഡ് ഈക്വൽ ടു 0. നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 6 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 0യിൽ ടച്ച് ചെയ്യുന്നില്ല, കാരണം ഈക്വൽ ടു 0 അല്ലത്. അതുകൊണ്ട് 0യിൽ ടച്ച് ചെയ്യാതെ നമ്മൾ എന്ത് വരച്ചു? ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ദിസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. കാരണം നമ്മൾ സ്മൂത്ത് ആയിട്ടാണ് ആ ഗ്രാഫ് വരച്ചേക്കുന്നത്, അല്ല അവിടെ ബ്രേക്കേജ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇനി മാത്തമാറ്റിക്കലി നമ്മളൊരു എന്ത് പഠിച്ചു? ഒരു ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് അത് ഡിസ്കണ്ടിന്യൂസ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ആ ഇക്വേഷൻ ഏതായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഡിസ്കണ്ടിന്യൂസ് ആവണമെങ്കിൽ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആകണം. ഇത് കണ്ടിന്യൂസിന്റെ ഇക്വേഷൻ ആണ്, നമുക്കത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. നോക്കിക്കേ, എഫ് ഓഫ് 0, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പോയിന്റ് ഏതാണ്? 0. അതായത് എക്സ് 0 ആണ്, രണ്ട് ഇന്റർവെല്ലിലും പോയിന്റ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0ക്ക് ഈക്വൽ ആയിട്ട് വരുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 5. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, ദാറ്റ് ഈസ് 0 പ്ലസ് എവിടുന്ന് വന്നേന്ന് ആർക്കെങ്കിലും അറിയോ? പറഞ്ഞുതരാം. അതായത് ദാണ്ടേ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 അല്ല 0യും കാട്ടി കൂടുതലായിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 6. അതുകൊണ്ട് എഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പോസിറ്റീവ്, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 0, 0യും കാട്ടി എന്താണ് ഗ്രേറ്റർ ആയി നിൽക്കുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏതാണ്? 6. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അതായത് ലിമിറ്റ് അല്ല, രണ്ടും കൂടെ പറഞ്ഞോ, എക്സ് ടെൻസ് ടു എന്താണ്? എഫ് ഓഫ് 0 പോസിറ്റീവ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് 0ക്ക് ഈക്വൽ അല്ല. അതായത് ദിസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ആ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഏതൊക്കെ പോയിന്റിലാണ് ഇത് ഡിസ്കണ്ടിന്യൂസ്? ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻസ് സൈഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പം എളുപ്പമാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സൈഡിൽ എഴുതി വെക്കണം. ആ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, ഈ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഞാൻ പഠിച്ചൊരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് സൈഡിൽ ഒന്ന് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2x + 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആവും? 2x - 3x ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇൻ ബോത്ത് ഇന്റർവെൽ, ഈ രണ്ട് ഇന്റർവെല്ലിലും ഫംഗ്ഷൻ എന്താണ്? ഒരു പോളിനോമിയൽ അല്ലേ? ഒന്ന് നോക്കിയേ, ഈ ഫംഗ്ഷൻ എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? അപ്പം ബോത്ത് ഇന്റർവെല്ലിലും ഫംഗ്ഷൻ പോളിനോമിയൽ ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഓർത്തോ, നമ്മൾ പഠിച്ചത് എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എന്താണ് പഠിച്ചത്? പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് സോ ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ്. ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് at x equal to 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കണം. നമുക്ക് അത് ചെക്ക് ചെയ്യണം. ഓക്കെ, at x equal to 2 this function is continuous or not. കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് എക്ക് ഈക്വൽ ആണോ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഞാൻ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാമെന്ന്. നിങ്ങൾ നോക്കിക്കോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഞാനിവിടെ എടുക്കാൻ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തില്ലേ? അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ഫസ്റ്റ് എടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. ഫസ്റ്റ് എല്ലാവരും നോക്കിക്കോണേ, ലിമിറ്റ് എഴുതി. ഇവിടെ എക്സ് എന്തിലേക്കാണ് പോകുന്നത്? നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകുന്നത്. 2 എഴുതി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവ് എഴുതി. ഓക്കെ, നെഗറ്റീവ് എഴുതി. നെഗറ്റീവ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 2നെയും കാട്ടി ചെറുത്.
ഇവിടെ എക്സിന്റെ വാല്യൂ 2നെ കാട്ടി ചെറുതായി വരുന്ന ഫംഗ്ഷൻ ഏതാണ്? 2x + 3. കാരണം എക്സ് ലെസ് ദാൻ 2, 2നെയും കാട്ടി ചെറുതാണ് എക്സ്. അപ്പം വരുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ 2x + 3. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതി? 2x + 3. എന്നിട്ട് നമ്മൾ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു? 2 ഇട്ട് കൊടുത്തു. 2 മൈനസ് ഇട്ട് കൊടുക്കല്, -2 ഇട്ട് കൊടുക്കരുത്, അതൊന്നും ചെയ്യരുത് കേട്ടോ. എല്ലാവരും 2 ഇട്ട് കൊടുക്കുകയേ ചെയ്യാവൂ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാവരും എൻ്റെ കൂടെ എഴുതിയേ. 2 × 2 + 3 ഈസ് ഈക്വൽ ടു എന്താണ്? 7. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 2 പോസിറ്റീവ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2. 2 പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 2. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആവുന്ന എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ഏതാണ്? 2x - 3. ദാറ്റ് ഈസ് 2x - 3 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനും എന്താ? 2ന്റെ വാല്യൂ കൊടുക്കുക എക്സിന്. ദാറ്റ് ഈസ് 2 × 2 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ടും സെയിം അല്ല. ഇത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണോ? എഫ് ഓഫ് എ എന്താണ്? നമ്മൾ എടുത്ത പോയിന്റ് ഏതാണ്? എ എന്ന് പറയുന്നത് 2. അതിന് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റില്? എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റില് ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു, എല്ലാവരും ഒന്ന് ചേർന്നേ, എഫ് ഓഫ് എ. ഇത് കറക്റ്റ് ആണോ? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പോഴാണ് എന്ത് വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. അല്ലാതെ അത് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ നോക്കിയല്ല വേണ്ടേ. നമുക്കത് തമ്മിലുള്ള റിലേഷൻ വേണം. അതിനിത് കണ്ടിന്യൂസ് ആണോ എന്ന് അറിയണം. എല്ലാവരും നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. റിലേഷൻ ഒപ്പം കാണണമെങ്കിൽ നമുക്ക് LHL ഈക്വൽ ടു RHL ചെയ്താൽ മതി, അവർ തമ്മിലുള്ള റിലേഷൻ കാണണമെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? LHL ഈക്വൽ ടു RHL വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ആ പോയിന്റ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. നമ്മളുടെ പോയിന്റ് ഇവിടെ എന്താണ്? എഫ് ഓഫ് 3 ആണ്. അപ്പൊ ലിമിറ്റ് പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു എന്താണ്? അല്ല സോറി, എ ഈക്വൽ ടു എന്ത് വരും? 3 വരും. എഫ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് ഇട്ട് കൊടുത്തു. എക്സ് എന്തിലേക്ക് പോകുന്നു? പോയിന്റ് 3 ആയതുകൊണ്ട് 3 മൈനസ്, LHL ആയതുകൊണ്ട് 3 മൈനസ് 3 ലെസ് ദാൻ ഇവിടെ വരുന്നത് 3 ലെസ് ദാൻ 3 വരുന്ന എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ഏതാണ്? AX + 1. ദാറ്റ് ഈസ് AX + 1 വിച്ച് ഈസ് ഈക്വൽ ടു, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വിച്ച് ഈസ് ലിമിറ്റ് എന്ത് വരും? x ടെൻസ് ടു 3 പോസിറ്റീവ്. x ടെൻസ് ടു 3 പോസിറ്റീവ് വരുമ്പം എക്സ് 3 ഗ്രേറ്റർ ദാൻ ആയിട്ടിരിക്കുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ BX + 3. ദാറ്റ് ഈസ് BX + 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 3. ഇനി ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ഈക്വേറ്റ് ചെയ്യണം. എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പൊ ഇത് എങ്ങനായി മാറും? 3A ഓക്കെ +1 ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? 3B + 3. 3B + 3. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 3A - 3B. ഈ 3B ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -3B വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3 - 1 ഈക്വൽ ടു 2. ദാറ്റ് ഈസ് 3A - B ഈക്വൽ ടു 2. ഇതാണ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് മൂവ് ചെയ്യാം. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓൾജിബ്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഡിഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ വരുന്നതാണ്. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് f and g be two real function continuous at a real number c. റിയൽ നമ്പർ സിയിൽ കണ്ടിന്യൂസ് ആയ 2 റിയൽ ഫങ്ഷൻസ് ആണ് എന്ത്? എഫും ജിയും. എങ്കിൽ അഡിഷൻ, അതായത് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും എവിടെ? അറ്റ് എക്സ് ഈക്വൽ ടു സിയില്. ഓക്കെ, ഇനി സബ്സ്ട്രാക്ഷൻ വരുമ്പം എഫ് മൈനസ് ജി എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സിയിൽ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ്? എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആയിരിക്കും. സോറി,
എഫ് ഇൻറ്റു ജിയും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കേ, ഡിവിഷൻ വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇനി ഡിവിഷൻ വരുമ്പോൾ എന്താണ്, എഫ് ബൈ ജിയും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി കോമ്പോസിഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഫ് കോമ്പോസിഷൻ ഓഫ് ജി അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ ഓഫ് എഫ്. അതായത് കോമ്പോസിഷന്റെ സിമ്പിൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇങ്ങനെ എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഓർ എന്താണ്, ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അറ്റ് എവിടെ, എക്സ് ഈക്വൽ ടു സിയിൽ. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കിക്കേ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. വെറുതെ നമ്മൾ അങ്ങ് വരച്ച് വെച്ചാൽ മതിയോ? അല്ല, നമ്മൾ ആ ഗ്രാഫിനെ ഡിഫൈൻ ചെയ്താലേ നമുക്കൊരു ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റൂ, വരയ്ക്കാൻ പറ്റും. അതായത് അതിന്റെ പോയിന്റ്സ് എഴുതിയാലേ നമുക്ക് എന്ത് പറ്റൂ, അത് വരയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആ ഗ്രാഫിന്റെ എന്ത് എഴുതാം, ഡിഫൈൻ ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് മോഡ് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുമോ നിങ്ങളൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിഞ്ഞൂടെ? എക്സും വരും, നെഗറ്റീവ് എക്സും വരും. കാരണം ഇത് രണ്ടും മോഡിനകത്ത് കയറുമ്പോഴും എന്താണ് കിട്ടുന്നത്, എക്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ മോഡ് എക്സിന്റെ വാല്യൂ എക്സും വരും, എന്ത് വരും, നെഗറ്റീവ് എക്സും വരും. എക്സ് വരണമെങ്കിൽ അത് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് എന്ത് വരും, എക്സ് വരണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് എന്താണ് പോസിറ്റീവ് വാല്യൂസ് കിട്ടുന്നേ. ഇനി മൈനസ് എക്സോ ലെസ് ദാൻ 0 ആയിരിക്കണം. 0ക്ക് ലെസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലേ, അപ്പൊ നെഗറ്റീവ് വാല്യൂസ് അല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം എക്സ് എന്താണ്, ലെസ് ദാൻ 0. ആ ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്ന മോഡ് എക്സിന്റെ ഗ്രാഫ്. ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0യിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കാണിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോഡ് ഫംഗ്ഷൻ വരുമ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണ്ടെന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ്, നമ്മളത് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചല്ലോ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അവിടുത്തെ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുകയാണ്, മോഡ് ഫംഗ്ഷൻ. അത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്ത് നമ്മൾ കാണിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൂവ് ചെയ്ത് കാണിക്കാൻ നമ്മുടെ കയ്യിൽ നേരത്തെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതും വെച്ച് അതും വെച്ച് നമ്മൾ എന്തോ ചെയ്താൽ മതി, ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇതും അതും എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആയല്ലേ, ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എന്തെടുക്കും, LHL എടുക്കും. ഫസ്റ്റ് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എന്തായിരിക്കും, 0 അല്ലെങ്കിൽ ഈക്വൽ ടു ദാറ്റ് പോയിന്റ്. 0 ആണ് ഇവിടുത്തെ പോയിന്റ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന പോയിന്റ് 0 ആണ്. കാരണം ഇന്റർവെല്ലിൽ എന്താണ് 0 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 0 എടുക്കുക. അതായത് ലിമിറ്റ് ഓക്കെ എക്സ് ടെൻസ് ടു, LHL എടുത്തുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കുകയാണ്, 0 നെഗറ്റീവ്. അതായത് 0യും കാട്ടി ലെസ് ദാൻ ആയിട്ട് വരുന്ന എന്താണ്, എക്സ് ലെസ് ദാൻ 0. അവിടെ വരുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഈ എക്സിന് നമ്മൾ 0 എടുക്കുമ്പോൾ -0. -0 എന്താണ്, 0 തന്നെയാണ്. ഇനി RHL എടുക്കുക, RHL എടുക്കുക. RHL എടുക്കുമ്പോൾ പിന്നെ എന്താ, ലിമിറ്റ് എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ്, പോസിറ്റീവ് അല്ലേ. ഓക്കെ, പോസിറ്റീവ് എടുക്കുമ്പം എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് കിടക്കുന്ന എവിടെയാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ. അതായത് എഫ് ഓഫ് എക്സിന്റെ എന്താണ് വരുന്നത്, എക്സ് വരും. എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0യിലാകുമ്പം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ദാറ്റ് ഈസ് എക്സ് എന്ന് നമ്മൾ എഴുതി. ഇവിടെ കൊടുക്കുക, എക്സിന് എന്താണ് 0 കൊടുക്കുക. അപ്പൊ ഇതും എന്തായി മാറും, 0 ആയി മാറും. നമ്മളെടുത്ത പോയിന്റ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു, 0 ആയിരുന്നു. അതായത് എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരുന്നു, 0 ആയിരുന്നു. നിങ്ങൾ ഇനി നോക്കിക്കേ, LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് മൂന്നും 0 ആണ്, ഇത് മൂന്നും ഈക്വൽ ആണ്. അതായത് ദിസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ദ മോഡ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. മോഡ് ഫംഗ്ഷൻ എന്താണ്, അപ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ. എഫ് ഓഫ് എ അതായത് ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
show that the function f of x is defined by fx equal to sin into cos x is a continuous function. ഇത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. എല്ലാവരും ഈ ഫംഗ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇനി നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷനൂടെ ഒന്ന് നോക്കിക്കേ. അതിനകത്ത് ഏതോ ഒരു ഫംഗ്ഷനും ഈ ഫംഗ്ഷനും തമ്മിൽ ഏതോ ഒരു റിലേഷൻ ഇല്ലേ? അതെ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. അതായത് സൈൻ ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അല്ലേ? അതായത് ബോത്ത് ഫംഗ്ഷൻ എന്താണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഒരെണ്ണൂടി നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ അവര്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻറ്റു കോസ് എക്സ്. ഇനി നിങ്ങൾ അപ്പുറത്തോടെ നോക്കിക്കേ, ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ നോക്കിക്കേ. അതായത് അതിന്റെ ലാസ്റ്റ് നിങ്ങൾ വരുമ്പോൾ കണ്ടോ കോമ്പോസിഷൻ കണ്ടോ? അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഓർ ജി കോമ്പോസിഷൻ ഓഫ് എഫ്. ആ ഫോമിലല്ലേ ഇത് കിടക്കുന്നേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലെറ്റ് ചെയ്തേക്കുന്നത്. ജി ഓഫ് എക്സിനെ നമ്മൾ എന്തായിട്ട് എഴുതി? സൈൻ എക്സ് ആയിട്ട് എഴുതി. എച്ച് ഓഫ് എക്സിനെ നമ്മൾ എന്തായിട്ട് എഴുതി? കോസ് എക്സ് ആയിട്ട് എഴുതി. അതായത് ജി കോമ്പോസിഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആണ്? ജി നമ്മളിവിടെ എന്തായിട്ട് എടുത്തേ? സൈൻ. എച്ച് ഓഫ് എക്സ് എന്താണ്? കോസ് എക്സ്. ദാറ്റ് ഈസ് കോസ് എക്സ്. ഇത് എന്തിന് ഈക്വൽ ആണ്? ദാണ്ടെ ഈ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സിന് ഈക്വൽ അല്ലേ? അതുകൊണ്ട് കോമ്പോസിഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് എന്തായിരുന്നു? കണ്ടിന്യൂസ്. അതുകൊണ്ട് ഇതും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്റർ പേരെല്ലാവരും ഒന്ന് ഓർത്തേ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻഷ്യബിലിറ്റി? എന്താണ് ഡിഫറൻഷ്യബിലിറ്റി? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് എന്ത്? ഡിഫറൻസിയേഷൻ. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ കണ്ടോ? ഇത് ഞാൻ അടുത്ത ടോപ്പിക്കിൽ ഒന്നുകൂടി റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റും പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? നോക്കിക്കേ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് എന്താണ്? സി. നിങ്ങൾ വിചാരിക്കരുത് ഇത് മാറിപ്പോയെന്ന്. എ എന്ന് പറയുന്ന ഒരു പോയിന്റും എടുക്കാം, സി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം, ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഏത് പോയിന്റ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്ന പോയിന്റ് എന്താണ്? സി. അത് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ, ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഇറ്റ്സ് ലിമിറ്റ് എക്സിസ്റ്റ്. അതിന് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ. 2, വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഈസ് നോൺ ആസ്. ആ ലിമിറ്റിന്റെ വാല്യൂയെ നമ്മൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ആ ലിമിറ്റിന്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ്. എങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സി ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് സി എന്ന് പറയാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു സി എഫ് ഓഫ്, ഇവിടെ എന്താണ് വരുന്നത്? സി പ്ലസ് എച്ച്, ദാറ്റ് പോയിന്റ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെയാണ് നമ്മൾ ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഈ ഡെറിവേറ്റീവ് നമ്മളിങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ആ പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമുക്കറിയാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ്, എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരുവാണ്, അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെ അത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണ്ട. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പിന്നെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണ്ട. കാരണം എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. പക്ഷേ the converse need not to be true. പക്ഷേ തിരിച്ച് അത് ശരിയാവണമെന്നില്ല. കാരണം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല.
നോക്കാം നമുക്ക് എങ്ങനെയാന്ന്. എക്സാമ്പിൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് വരച്ചു. വരയ്ക്കുക, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരച്ചേ. ഓക്കെ, മോഡ് എക്സിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. ഇതിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലേ? പറഞ്ഞുതരാം. നിങ്ങൾ ഇത് നോക്കിക്കേ, ഇത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ നേരത്തെ 2-3 പറഞ്ഞില്ലേ, മോഡ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണ്. ബട്ട് ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഇതെന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല, നോട്ട് ഡിഫറൻഷ്യബിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ എടുത്തു. ഇതെന്താണ്? കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. ദിസ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിളും ആണ്. നിങ്ങൾക്കൊരു ട്രിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇവിടെ ഇതുപോലെ ഷാർപ്പായിട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും? അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കത്തില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂസും ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഡെറിവേറ്റീവ് ഓഫ് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതെല്ലാം ഡെഫിനിഷൻ ഒക്കെ എഴുതി, ഡെഫിനിഷൻ അല്ല, ഇതിൻ്റെ ഇക്വേഷൻ എഴുതി ഇതിനെ പ്രൂവൺ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസിലും, ഇനി നിങ്ങൾ കയറാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഈ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും നല്ലപോലെ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ദാണ്ടേ ഇതും ഉണ്ട്, നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ ബൈ ഹാർട്ട് ആക്കി വെക്കണം. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കാം. നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ നോക്കിക്കേ. ഇതിനകത്ത് d/dx ഓഫ് ഇ റൈസ് ടു എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഡെറിവേറ്റീവ്സ്. പക്ഷെ നമ്മളടുത്ത് പറയാണ് നിങ്ങളത് കാണിക്കുക, നിങ്ങളത് ഷോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യാൻ കാണിക്കാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കാണിച്ചേ പറ്റൂ. അപ്പൊ അതും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കിവിടെ ഇ റൈസ് ടു എക്സിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പം നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആ സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാനത് എളുപ്പമാണ്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ്. അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും? അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലിമിറ്റ് ഓക്കെ എച്ച് ടെൻസ് ടു 0. ഇതുവരെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതായത് ഫംഗ്ഷൻ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇ റൈസ് ടു എക്സ്, അതായത് ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ച് മൈനസ് ഫംഗ്ഷൻ ഏത് ഫോമില? ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഇവിടെ എക്സ് പ്ലസ് എച്ച് വന്നുകൊണ്ടാണ് ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ചും, ഇവിടെ എക്സ് വന്നുകൊണ്ടാണ് ഇ റൈസ് ടു എക്സ്. ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഫോമിലാണ്, ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇ റൈസ് ടു എക്സ് പ്ലസ് എച്ച്, ഇ റൈസ് ടു എ പ്ലസ് ബി നോക്കിയേ, ഇ റൈസ് ടു എ ഇൻറ്റു ഇ റൈസ് ടു ബി, ദാറ്റ് ഈസ് ലിമിറ്റ് എന്താണ്? എച്ച് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് എ ഇൻറ്റു ഇ റൈസ് ടു എച്ച് എ മൈനസ് ഇ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. മനസ്സിലായോ? നെക്സ്റ്റ് ഇനി നമ്മൾ കോമൺ എടുക്കുകയല്ലേ? അതെ, കോമൺ എടുക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സിനെ അല്ലേ നമ്മൾ കോമൺ എടുക്കാൻ പോകുന്നത്? ഇ റൈസ് ടു എക്സിനെ കോമൺ എടുത്തേക്ക്. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? ഇ റൈസ് ടു എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. മനസ്സിലായല്ലോ? ഇനി ഈ ഇ റൈസ് ടു എക്സിനെ നമ്മൾ ഇങ്ങനെ വെളിയെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. പിന്നെന്താണ് വരുന്നത്? ഇതാണ് വരുന്നത്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് അതുപോലെ എഴുതുക, ഇ റൈസ് ടു എച്ച് മൈനസ് 1 ബൈ എച്ച്. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ഇതും തമ്മിൽ ഈ സിമിലാരിറ്റി ഇല്ലേ? അതായത് എച്ചിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ്,
ഇത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 divided by x equal to 1 ആണ്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ h വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, e raised to x into 1 equal to e raised to x. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ.